ഉയർന്ന ആരോഗ്യബോധമുള്ളവരാണ് നമ്മൾ കേരളീയർ എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നിട്ടും നമ്മുടെ കേരളം ഇത്ര വലിയ ഔഷധ വിപണിയാകുവാൻ എന്താണ് കാരണം? ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പോലും നാം ചികിത്സ തേടി പോകുന്നതുകൊണ്ടാണോ? അതോ ഡോക്ടർമാർ അനാവശ്യമായി കുറിച്ച് നൽകുന്ന മരുന്നുകൾ കാരണമോ? ചികിത്സയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമുക്കിടയിൽ ഇന്നുണ്ട്. ചികിത്സ എന്നാൽ മരുന്ന് എന്നൊരു സമവാക്യം തന്നെ നമുക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾ, വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകാനായി കാത്തിരിക്കുന്നവരും, ഇവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായൊരു ഘടകമാണ് ശരീര ദാമ്പത്യ ശാസ്ത്രം എന്നത്. ഒരു പുതിയ ജീവൻ ആരംഭിക്കുന്നത് പുരുഷൻ്റെ ബീജവും ഭാര്യയുടെ അണ്ടവും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എങ്ങനെയാണ് ഈ കൂടിച്ചേരൽ സംഭവിക്കുന്നത് എന്നതിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ സുപ്രധാനമായും 5 ഫാക്ടേഴ്സാണ് വേണ്ടത്. ഒന്ന്, പുരുഷനിൽ ഉണ്ടാകുന്ന ബീജം, അത് അളവിലും അതിൻ്റെ കോൺസെൻട്രേറ്റിലും അതിൻ്റെ ക്വാളിറ്റിയിലും സ്പീഡിലും മികച്ചതാണെങ്കിൽ അത് യോനിയിൽ പ്രവേശിക്കുന്ന ബീജം അവിടെ നിന്ന് ഗർഭാശയത്തിലെ അണ്ടവാഹിനി കുഴലിലൂടെ ചെന്ന് അണ്ടവുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാസം തോറും ആർത്തവമുറയുള്ള സ്ത്രീകളിൽ ഏതാണ്ട് 14, 15, 16 ദിവസങ്ങളാകുമ്പോൾ ഒരണ്ടം വിസർജിച്ചു വരും. ഈ അണ്ടം അണ്ടാശയത്തിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ട്യൂബ്, അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയും, അതിൻ്റെ അറ്റത്ത് വിരൽ പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനാണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. ഈ ഫിംബ്രിയ ഈ അണ്ടത്തിനെ പെറുക്കിയെടുക്കും. ആ പെറുക്കിയെടുത്ത അണ്ടം ഈ അണ്ടവാഹിനി കുഴലിലൂടെ കുറേശ്ശെ സഞ്ചരിച്ച് അണ്ടവാഹിനി കുഴലിലെ പ്രത്യേക ഒരു സ്ഥാനത്തെത്തുമ്പോഴാണ് ബീജവുമായി കൂടിച്ചേരുന്നത്. അങ്ങനെ കൂടിച്ചേർന്ന ഈ സിക്താണ്ടം, സൈഗോട്ട് എന്ന് പറയുന്ന ഈ ഭ്രൂണം 5 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം അഞ്ചാം ദിവസം അല്ലെങ്കിൽ 6-ാം ദിവസമാകുമ്പോഴേക്കും ഗർഭാശയത്തിൽ വന്ന് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഭാഗത്ത് അള്ളിപ്പിടിച്ച് വളർന്നു വരികയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് തനിക്ക് കുഞ്ഞുണ്ടാകാത്തതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന്, പുരുഷൻ്റെ ബീജം, അതിൻ്റെ അളവോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ സ്പീഡോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ ഇല്ലാതെ വരിക. ഇനി പുരുഷന് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കാനുള്ള കഴിവില്ലാതെ വരിക. നമ്മൾ ഇമ്പോർട്ടൻസി എന്ന് പറയും, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഈ വക കാര്യങ്ങളാണ് പുരുഷനെ സംബന്ധിച്ചുള്ള പ്രധാനമായ കാര്യങ്ങൾ. ഒരു പുരുഷന് സ്ത്രീയുമായി ശാരീരികമായി വീഴ്ച നടത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞാൽ അവനെല്ലാം തികഞ്ഞവനായി, അവന് കുട്ടിയുണ്ടാകാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അവൻ വളരെ നോർമലാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറേ പുരുഷന്മാരുണ്ട്. പക്ഷെ അത് ഒരു തികച്ചും തെറ്റായൊരു ധാരണയാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കുഞ്ഞുണ്ടാകുന്നതും എൻറ്റയർലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബീജത്തിൻ്റെ അളവ്, ബീജത്തിൻ്റെ സ്പീഡ്, ക്വാളിറ്റി, ഇതാണ് പുരുഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന കാര്യങ്ങൾ. ഇനി സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാസം തോറും അണ്ടവിസർജനം നടക്കുക, ആ അണ്ടത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കുക, ഇതാണ് രണ്ടാമത്തെ സുപ്രധാന ഘടകം. മൂന്നാമത്തെ ഘടകം, ഈ അണ്ടവാഹിനി കുഴലിൽ വെച്ചാണല്ലോ ഈ ബീജവും അണ്ടവും തമ്മിൽ കൂടിച്ചേരുന്നത്. അണ്ടവാഹിനി കുഴലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴൽ തുറന്നിരിക്കും, പക്ഷേ അതിന് ഫ്രീ ആയിട്ട് വയറിനകത്ത് ചരിക്കാനുള്ള കഴിവില്ലാതെ വരിക, അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലിൻ്റെ അറ്റത്തുള്ള വിരൽ പോലത്തെ ഭാഗം ഫങ്ഷൻ ചെയ്യാതിരിക്കുക, ഈ കാര്യങ്ങളെ കൊണ്ടും അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരാതെ വരും. ഇതാണ് മൂന്നാമത്തെ സുപ്രധാന ഘടകം. നാലാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ ഗർഭാശയത്തിൻ്റെ അകത്തുള്ള എൻഡോമെട്രിയൽ ക്യാവിറ്റി എന്ന് പറയും. ഗർഭാശയത്തിനകത്ത് ഈ ഭ്രൂണം അള്ളിപ്പിടിച്ച് വളർന്നു വരുന്ന ഭാഗത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുക. അത് ജന്മനാ ഉള്ള തടസ്സങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ അവിടേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ഹോർമോൺ ഡിഫക്റ്റും ഉണ്ടാകാം. ഇതെന്തുകൊണ്ടായാലും ഈ ഇംപ്ലാന്റേഷൻ എന്ന് പറയും, ഈ ഭ്രൂണം വളർന്നു വരാനുള്ള സാഹചര്യം ഗർഭാശയത്തിനുള്ളിൽ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് നാലാമത്തെ സുപ്രധാന ഘടകം. അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത്
ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ, അതായത് അണ്ടം നല്ലതാണ്, ബീജം നല്ലതാണ്, അണ്ടവാഹിനി കുഴൽ പ്രവർത്തിക്കുന്നുണ്ട്, ഗർഭാശയം നല്ലതാണ്, ഇതെല്ലാം നല്ലതാണെങ്കിലും ഈ അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ എന്ന് പറയും. അപ്പോൾ സാധാരണ അത് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു 10-15% രോഗികളുണ്ട്, വന്ധ്യത അനുഭവിക്കുന്ന കപ്പിൾസ് ഉണ്ട്. അവരോട് സാധാരണ രീതിയിലുള്ള ചികിത്സ നടക്കുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല, 5 വർഷം 10 വർഷം 15 വർഷം കഴിഞ്ഞാലും ഉണ്ടാകാത്തവർക്കും പറയും ഒരു കുഴപ്പവും കാണുന്നില്ല. കാരണം സാധാരണ നോട്ടത്തിൽ ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്താലോ അല്ലെങ്കിൽ ശുക്ലം പരിശോധിച്ചാലോ സ്കാൻ ചെയ്യുമ്പോഴൊന്നും ഇത് കണ്ടെത്താൻ കഴിയുകയില്ല. അങ്ങനെ ഒരു വിഭാഗത്തിന് ഇതുപോലത്തെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് എല്ലാ സൗകര്യങ്ങളുള്ള സെൻറ്ററിൽ വരുമ്പോൾ മാത്രമേ ഇത്തരം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന് പ്രാർത്ഥനകളിലും വേറെ മറ്റ് ചികിത്സാ രീതികളും തേടി അവസാനം നിമിഷം ഇവിടെ വരുന്ന രോഗികളിൽ ഒരു 10-15% പേർക്ക് ഒന്നുകിൽ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ഫെയിലിയറാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാകാൻ കഴിയുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ഇങ്ങനെ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയൊരു കുഞ്ഞ് വേണ്ട, തൽക്കാലം വേണ്ട, വളരെ ചെറുപ്പം യുവമിഥുനങ്ങളാണ്, കല്യാണം കഴിഞ്ഞ് ആകെ 1-2 വർഷമായിട്ടുള്ള അവർക്ക് ഇനി കുറച്ചും കൂടി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അറിയാൻ ഇതിലൂടെ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന് പ്രാർത്ഥനകളിലും വേറെ മറ്റ് ചികിത്സാ രീതികളും തേടി അവസാനം നിമിഷം ഇവിടെ വരുന്ന രോഗികളിൽ ഒരു 10-15% പേർക്ക് ഒന്നുകിൽ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ഫെയിലിയറാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാകാൻ കഴിയുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ഇങ്ങനെ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയൊരു കുഞ്ഞ് വേണ്ട, തൽക്കാലം വേണ്ട, വളരെ ചെറുപ്പം യുവമിഥുനങ്ങളാണ്, കല്യാണം കഴിഞ്ഞ് ആകെ 1-2 വർഷമായിട്ടുള്ള അവർക്ക് ഇനി കുറച്ചും കൂടി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അറിയാൻ ഇതിലൂടെ സഹായിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് തനിക്ക് കുഞ്ഞില്ലാത്തത്, അപ്പം ഈ ചികിത്സയ്ക്ക് തേടുമ്പോൾ മിക്ക പേഷ്യൻസും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയും മരുന്ന് കഴിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും. പക്ഷേ നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വയം ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് എവിടെയാണ് എൻ്റെ പ്രോബ്ലം കിടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സ കുറെ കൂടി വളരെ എളുപ്പമാകും. ഡോക്ടേഴ്സ് പറയുന്ന മുഴുവൻ മഗീത്, അവർ പറയുന്ന മെഡിസിൻസും അവർ പറയുന്ന ചികിത്സകളും റിപ്പീറ്റ് ചെയ്ത് കാരണം എത്രയോ പേരുണ്ട് 2-3 ലാപ്രോസ്കോപ്പി ട്യൂബിന് വേണ്ടി ചെക്ക് ചെയ്യും, കുറേ എക്സ്റേ എടുത്തിട്ട് ട്യൂബ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വീണ്ടും എക്സ്റേ എടുക്കുക, DNCകൾ ചെയ്യുക, അങ്ങനെ കുറേ സെയിം റിപ്പീറ്റഡ് ടെസ്റ്റുകളും റിപ്പീറ്റഡ് ട്രീറ്റ്മെൻറ്റും കൊണ്ട് വർഷങ്ങൾ പോയി കഴിഞ്ഞ് എത്രയോ ദമ്പതികൾ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രോബ്ലം നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനൊരു പരിഹാരം ലഭിക്കാൻ കഴിയും. വന്ധ്യതാ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല ആഗോളാടിസ്ഥാനത്തിൽ തന്നെയും ഈ ഒരു പ്രതിഫലനം കാണുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ തന്നെ ഒരു മുഖ്യമായൊരു വാർത്ത എന്തെന്ന് വെച്ചാൽ കേരളത്തിൽ വൃദ്ധരായയുടെ എണ്ണം കൂടിക്കൂടി വരുന്നു, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എവിടെയും കുട്ടികൾ അല്ലെങ്കിൽ ഒരു മുതിർന്നവർ അല്ലെങ്കിൽ ഒരു യുവാക്കളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത്. അതിനെ കവച്ചു വെക്കുവാൻ ഇന്ന് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ വന്ധ്യതയിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു വന്ധ്യത ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാരണം അന്വേഷിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5 കാരണങ്ങൾ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഡീറ്റെയിലിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീ വന്ധ്യത ഇന്ന് ഏതാണ്ട് ഒരു പുരുഷ വന്ധ്യതയോട് ഏതാണ്ട് ഈക്വലായിട്ട് നിൽക്കുകയാണ്. മുന്നേ എല്ലാം ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പുരുഷ വന്ധ്യത വളരെ കുറവും സ്ത്രീ വന്ധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഏതാണ്ട് 70% സ്ത്രീകളാണ് ഇതിന് കാരണക്കാർ. പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ 30% മാത്രമേ കോൺട്രിബ്യൂഷൻ ഉള്ളൂ എന്നുള്ളതാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി, ഇന്നാണെങ്കിൽ പുരുഷ വന്ധ്യതയാണ് സ്ത്രീ വന്ധ്യതയെക്കാളും കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും കാരണങ്ങൾ കൊണ്ട് വന്ധ്യത അനുഭവിക്കുന്നവരുടെ എണ്ണവും ഇന്ന് കൂടിക്കൂടി വരികയാണ്. പുരുഷവന്ധ്യതയാണ് സ്ത്രീ വന്ധ്യതയെക്കാളും കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും കാരണങ്ങൾ കൊണ്ട് വന്ധ്യത അനുഭവിക്കുന്നവരുടെ എണ്ണവും ഇന്ന് കൂടിക്കൂടി വരികയാണ്. സ്ത്രീയുമായി ബന്ധപ്പെട്ട വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ എന്തെന്ന് നോക്കുമ്പോൾ പ്രധാനമായി നാം കാണുന്നത് ഒന്ന് അണ്ടവിസർജനത്തിലുള്ള അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള തകരാറുകൾ, അണ്ടത്തിന് ക്വാളിറ്റി ഇല്ലാതെ വരിക, അല്ലെങ്കിൽ മാസം തോറും വിസർജിക്കേണ്ട അണ്ടം വിസർജിക്കപ്പെടാതെ വരിക, അല്ലെങ്കിൽ അണ്ടം മെച്ചുറാകാതെ വരിക,
അല്ലെങ്കിൽ ഒട്ടും തന്നെ അണ്ടവിസർജനം നടക്കാതെ വരിക, ഇത്തരത്തിലുള്ള ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. രണ്ടാമതൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടവാഹിനി കുഴൽ ഭാഗികമായോ പൂർണ്ണമായോ അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലിൻ്റെ അതിൻ്റെ സ്വതവേയുള്ള മോട്ടിലിറ്റി, അതിൻ്റെ ആ വയറിനകത്ത് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലാതെ വരിക, ഒട്ടിപ്പിടുത്തം കൊണ്ടോ പ്രീവിയസ് ഓപ്പറേഷൻസ് കൊണ്ടോ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ധാരാളമായി ഇന്ന് കാണപ്പെടുന്ന രോഗമാണ് എൻഡോമെട്രിയോസിസ് സ്ത്രീകളിൽ. ഇത് ബാധിച്ചവരിലും അണ്ടവാഹിനി കുഴലിന് ശരിയാവണ്ണം വയറിനകത്ത് മൂവ് ചെയ്യാൻ കഴിയാതെ വരും. ഇത് അണ്ടവാഹിനി കുഴലുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ്. മൂന്നാമതൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകൾ, ഫൈബ്രോയിഡ് ആകാം, അഡിനോമൈസ് ആകാം. ഇത്തരം രോഗങ്ങൾ ഒരു പരിധിവരെ ഗർഭധാരണത്തിനെ ഹനിക്കുന്നതാണ്. ഇത് ഏതാണ്ട് ഒരു 10% ആണ് ഈ അണ്ടാശയത്തിലുള്ള മുഴകളും ഗർഭാശയത്തിലുള്ള മുഴകൾ, എഡിനോമയോസിസ് എന്നുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ശതമാനം ഏതാണ്ട് 10%. പക്ഷേ 25 മുതൽ 35% വരെ സ്ത്രീ വന്ധ്യതയ്ക്ക് പ്രധാനമായി ഇന്ന് കണ്ടുവരുന്ന ഒരു കാരണമാണ് എൻഡോമെട്രിയോസിസ്. അത് സ്ത്രീകളിൽ ഒരു പ്രത്യേകതരം ഒരു അസുഖമാണ്, സ്ത്രീകൾ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ്. അത് അധികവും വരുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ഏജിലാണ്. വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഒരു ചെറുപ്പക്കാരിൽ ഒരു 15-16 വയസ്സിൽ കാണുന്നത്. പക്ഷേ മിക്കവരിലും കാണുന്ന ഒരു 25-നും 35-40-നും ഇടയിലാണ്. ഇതാണെങ്കിൽ വളരെ നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, വളരെ അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രോഗം കൂടിയാണ് എൻഡോമെട്രിയോസിസ്. ഒന്നാമതായി ഞാൻ പറഞ്ഞ അണ്ടവിസർജനവുമായി ബന്ധപ്പെട്ട തകരാറുകൾ, 2 അണ്ടവാഹിനി കുഴലിലെ തകരാറുകൾ, മൂന്നാമത്തത് ഗർഭാശയത്തിലുള്ള രോഗങ്ങൾ, പിന്നെ നാലാമതായി ഗർഭാശയമുഖം, അതായത് സെർവിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഗർഭാശയത്തിന് തന്നെ. അത് വയറിന് പുറത്തായി യോനിക്കകത്ത് കാണുന്നൊരു ഭാഗമാണ്. ഇതിലുണ്ടാകുന്ന തകരാറുകൾ, ഇതിലുണ്ടാകുന്ന വ്രണങ്ങൾ, അൾസേഴ്സ്, ഇറോഷൻസ്, ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മ്യൂക്കസ് എന്ന് പറയുക, ആ ഒരു ദ്രവം ഹോസ്റ്റൈലാവുക, ഇതെല്ലാമാണ് സർവൈക്കൽ ഫാക്ടേഴ്സ്. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പുരുഷൻ്റെ ബീജവും ഈ സർവിക്സിനകത്തുള്ള മ്യൂക്കസ് തമ്മിൽ കൂടിച്ചേരാതെ വരിക, ഹോസ്റ്റൈൽ എൻവയൺമെൻറ്റ് വയറിനകത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരാൻ പ്രയാസം ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഇമ്മ്യൂണോളജിക്കൽ കോസസ് ആണ് നേരത്തെ സൂചിപ്പിച്ച ഫെർട്ടിലൈസേഷൻ ഫെയിലിയറിലേക്ക് എത്തിക്കുന്നത്. ഇതെല്ലാമാണ് സ്ത്രീയെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വിശദീകരണത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച അണ്ടവിസർജനത്തിലുള്ള വൈകല്യങ്ങൾ, അത് ഏതാണ്ട് ഒരു 30-35% വരെ ഇന്ന് കാണപ്പെടുന്ന ഒരു രോഗമാണ്. സ്ത്രീകളിൽ വന്ധ്യതയിലേക്ക് നയിക്കുന്ന രോഗമാണ്. കുറേ മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം രോഗം ശമിക്കണമെന്നില്ല. ഔഷധങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മത്തെക്കുറിച്ചുമുള്ള ഒരു ശരിയായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ജീവിതത്തിന്റെ അർത്ഥവും ആഹ്ലാദവുമാണ് കുഞ്ഞുങ്ങൾ. വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ പോകുന്നത് ദമ്പതിമാരെ വിഷമവൃത്തത്തിലാക്കാറുണ്ട്. ശരിയായ ചികിത്സ നൽകിയാൽ ഒട്ടുമിക്ക വന്ധ്യതാ പ്രശ്നങ്ങളും പൂർണ്ണമായി സുഖപ്പെടുത്തുവാൻ കഴിയും. ആധുനിക ജീവിതശൈലിയും മനോഭാവവും വന്ധ്യതാ ചികിത്സയുടെ കാലിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വന്ധ്യതയുടെ കാരണങ്ങളും ചികിത്സയും വിശദമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ചെയർമാനുമായ ഡോക്ടർ മുഹമ്മദ് അഷ്റഫാണ്. ഇനി കാരണങ്ങളിലേക്ക്, ഒപ്പം ചികിത്സാ രീതികൾ. സ്ത്രീയെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെൻസ്ട്രൽ ബ്ലഡിൻ്റെ ആ സമയത്ത് ഷെഡ് ചെയ്യുന്ന കലകൾ വയറിനകത്ത് ചെന്ന് അവിടെ ഉണ്ടാക്കുന്ന ഒരുതരം റിയാക്ഷൻസാണ് എൻഡോമെട്രിയോസിസ്. ഇത് ഇന്ന് വളരെയധികം കൂടി കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇതൊരു തരം ക്യാൻസർ പോലെ പടരുന്ന ഒരു രോഗം കൂടിയാണ്. കാരണം ചുറ്റുവട്ടത്തുള്ള എല്ലാ അവയവങ്ങളും, അണ്ടവാഹിനിക്കുഴൽ, അണ്ടാശയം, ഗർഭാശയത്തിൻ്റെ പുറംഭാഗം, അതുപോലെ കുടൽ, വൻകുടൽ, ഇതെല്ലാം എല്ലാം കൂടി ഒരു മെസ്സാക്കി ഒരു പ്ലാസ്റ്റേർഡ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫ്രോസൺ പെൽവിസിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. ഈ രോഗം ബാധിച്ചാൽ ഇതിൽ 50% ആളുകളിലും നിത്യവന്ധ്യയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ കൊടുത്തില്ല എങ്കിൽ, കാരണം ഇതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്. മിക്കവരിലും 1, 2, 3 ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പണ്ട് കാലത്തേക്കാണെങ്കിൽ വയറ് തുറന്ന ഓപ്പറേഷൻസ് 2-3 പ്രാവശ്യം വിധേയമാക്കിയിട്ടുണ്ടാവും. മാത്രമല്ല ഓരോ തവണ ഓപ്പറേഷൻ ചെയ്യുന്തോറും അണ്ടാശയത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ അണ്ടത്തിൻ്റെ ക്വാണ്ടിറ്റിയും വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് പഠനങ്ങളും നമ്മുടെ പ്രാക്ടീസും കാണിക്കുന്നത്. ഇതും നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയും. കുറച്ചുകൂടി അവരുടെ ഹിസ്റ്ററി സൂക്ഷിച്ച് അവരുടെ ഹിസ്റ്ററി കൂടുതൽ ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു പ്രതിഫലനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെൻസ്ട്രൽ സമയത്തുള്ള പെയിൻ, അതെല്ലാ സ്ത്രീകൾക്കുള്ളതാണ്. ചെറിയൊരു പെയിൻ, ഒരു ദിവസത്തെ പെയിൻ ഉണ്ടാകും. പക്ഷേ ഈ എൻഡോമെട്രിയോസിസ് ബാധിച്ച സ്ത്രീകളിലാണെങ്കിൽ ആ വേദനയുടെ
ദൈർഘ്യം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ആ വേദനയുടെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. നാം ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പുണ്ടായതിനേക്കാൾ പെയിൻ കൂടിക്കൂടി വരുന്നുണ്ട്, ഇല്ലേ അന്ന് ഒരു ടാബ്ലറ്റ് കഴിച്ച് വേദന മാറിയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ 2-3 ഗുളിക കഴിച്ചാൽ മാത്രമേ വേദന കുറയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ വേദന എൻ്റെ കാലിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ബാക്കിലേക്ക് പോകുന്നുണ്ട്, 2 ദിവസമുള്ള 3 ദിവസം 4 ദിവസം പെയിൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ എന്തെങ്കിലും എക്സേർട്ട് ജോലി ചെയ്യുക, സെക്ഷൽ കോൺടാക്റ്റിൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ, ഇതെല്ലാം എൻഡോമെട്രിയോസിസ് അതിക്രമിച്ചു കഴിഞ്ഞു, ഒരു പരിധി വിട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വളരെ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്ത് ലാപ്രോസ്കോപ്പിക് സർജറിയോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് നമ്മുടെ പ്രാക്ടീസ് കാണിക്കുന്നത്. പക്ഷേ ഇത് വളരെ അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്യാൻസറിന് തുല്യമായ രോഗമാണ്. ക്യാൻസർ സാധാരണയിൽ ആളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയും, പക്ഷേ ഇത് ആളെ കൊല്ലുകയില്ല, പക്ഷേ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്ന ഒരു ഏറ്റവും മാരകമായിട്ടുള്ള രോഗമാണിത്. കാരണം ആ ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളെയും നശിപ്പിച്ചു കളയും. മാത്രമല്ല അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയും, അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരാനുള്ള സാധ്യത കുറയ്ക്കും. ഇനി ഇംപ്ലാന്റ് ചെയ്താൽ തന്നെ അബോർഷൻ വളരെ കൂടുതലാണ്. ഇവരെല്ലാം നേരത്തെ തന്നെ ഒന്നുകിൽ യൂട്രസ് വരെ റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ടോട്ടൽ സ്റ്റെറൈലായിട്ട് മാറും. അത്രയും ഒരു അപകടകാരിയായിട്ടുള്ള രോഗമാണ് എൻഡോമെട്രിയോസിസ്. ഇന്ന് കഷ്ടകാലത്തിന് ഇവിടെ വരുന്ന രോഗികൾ ഒരു 50% പേരും വളരെ ലേറ്റ് ആയിട്ടാണ് ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. വളരെ ലേറ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർജറി കൊണ്ട് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 1-2 സർജറി, 2-3 ലാപ്രോസ്കോപ്പിക് സർജറി, 2-3-4 IVF ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് ശരിയാതെ വരുന്ന എത്രയോ ദമ്പതികൾ ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഇത്രയും അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന രോഗം കൂടിയാണ് എൻഡോമെട്രിയോസിസ്. അതേസമയത്ത് കാലപ്പഴക്കം ചെല്ലുന്തോറും ചിലരിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീണ്ടുപോകും. ഓഫ് കോഴ്സ് കുറേ പേരെങ്കിലും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനായിട്ട് അവസാനം പിന്നെ ഹിസ്റ്ററക്ടമിയും ടോട്ടൽ റിമൂവലിലേക്ക് ചെന്നെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു രോഗം കൂടിയാണ് എൻഡോമെട്രിയോസിസ്. മൂന്നാമതായി സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് കാരണമാക്കുന്നതാണ് ഈ അണ്ടവാഹിനി കുഴലിൻ്റെ തകരാറുകൾ. അണ്ടവാഹിനി കുഴൽ പൂർണ്ണമായും അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഭാഗികമായി അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ആ ഫിംബ്രിയ പോലുള്ള ഭാഗം, വിരൽ പോലത്തെ ഭാഗം ചലിക്കാതെ വരിക, വയറിനകത്ത് ട്യൂബ് ഒട്ടിപ്പിടിച്ച് പോവുക, ഇതെല്ലാം ഒരു ട്യൂബൽ ഫാക്ടർ എന്ന് പറയും. ഇത് അറിയണമെങ്കിൽ ഒന്ന് നമുക്ക് ട്യൂബിൻ്റെ സ്റ്റാറ്റസ് അറിയണം. അതിനുള്ളൊരു ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ബേസൽ സ്ക്രീനിങ് പ്രൊസീജിയറാണ് ഒന്നുകിൽ ഒരു എക്സ്റേ എടുക്കുക, HSC എന്ന് പറയും, ഹിസ്റ്റോ സർപ്പിഞ്ചോഗ്രാം എന്നുള്ളൊരു എക്സ്റേ എടുത്താൽ, ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്റേ എടുത്താൽ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ, ട്യൂബ് തുറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇത് തന്നെ എക്സ്റേയുടെ സഹായം ഇല്ലാതെ സ്കാനിൻ്റെ സഹായത്തോടെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നതിന് സോണോ സർപ്പിഞ്ചോഗ്രാഫി എന്ന് പറയും. അപ്പോൾ ഗർഭാശയത്തിന് അകത്തെന്തെങ്കിലും പോളിപ്സോ ദശകളോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ എന്നറിയാം, ട്യൂബ് തുറന്നാണോ അടഞ്ഞാണോ ഇരിക്കുന്നത് അറിയാം. പക്ഷേ അതിലപ്പുറം ട്യൂബിൻ്റെ ബൃഹത്തായ ഫങ്ഷൻസ് ഒന്നും ഇതിൽ നിന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ രണ്ടിനെയും HSC അല്ലെങ്കിൽ SSC എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ഒരു സ്ക്രീനിങ് പ്രൊസീജിയറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 2-3 വർഷം ആയിട്ടേ ഉള്ളൂ, വേറെ നമുക്ക് എൻഡോമെട്രിയോസിസോ വേറെ എന്തെങ്കിലും പെൽവിക് ഇൻഫെക്ഷൻസോ വേറെ അങ്ങനത്തെ ഒരു ഗൗരവമുള്ള അസുഖങ്ങളുടെ ഒരു സൂചനയും നമുക്ക് എക്സാമിനേഷനിൽ നിന്നോ സ്കാനിങ്ങിൽ നിന്നോ കിട്ടുന്നില്ല. അങ്ങനത്തെ ഉള്ളവരിൽ ഒരു ബേസൽ സ്ക്രീനിങ് പ്രൊസീജിയറായി നമുക്കിതിനെ കാണാം. അതിലപ്പുറം ഒരു തവണ വയർ ഓപ്പറേഷൻ ചെയ്തവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ബാധിച്ചവരോ എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ ഈ എക്സ്റേ കൊണ്ട് ഒരു പ്രയോജനവും കിട്ടുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എക്സ്റേയിൽ ട്യൂബ് തുറന്നാൽ ആ തുറന്ന ട്യൂബ് കൊണ്ട് ഫങ്ഷനിങ് ട്യൂബ് ആകണമെന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അണ്ടത്തിനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവില്ല. ട്യൂബ് തുറന്നിരിക്കാം, പക്ഷേ അത് മാത്രം പോരാ. നമുക്ക് ഗർഭിണിയാണെങ്കിൽ അത് ഫങ്ഷനിങ് ട്യൂബായിരിക്കണം, അത് വയറിനകത്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണം, ആ ഫിംബ്രിയ എന്നുള്ള ഭാഗം, വിരൽ പോലത്തെ ഭാഗം വർക്ക് ചെയ്യണം. ഇതെല്ലാം അറിയുന്നത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകളിലൂടെ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിലൂടെയോ അല്ലെങ്കിൽ എക്സ്റേയിലൂടെ ഒരിക്കലും ഇതിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ കുറച്ചും കൂടി ഗൗരവമുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായും ലാപ്രോസ്കോപ്പിയാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ലാപ്രോസ്കോപ്പി എന്നുള്ള ഒരു കീ ഹോൾ സർജറി എന്ന് സർവത്ര എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. ഒരു 5 mm അല്ലെങ്കിൽ 7 mm ഒരു സൈസുള്ളൊരു പെന്നിൻ്റെ അത്ര വണ്ണം, ഒരു പെൻസിലിൻ്റെ അത്ര വണ്ണമുള്ള ഒരു സ്കോപ്പ് വയറിനകത്ത് കടത്തി വയറിനകത്തുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും നമുക്ക് യൂട്രസ് കാണാം, യൂട്രസിൻ്റെ ഉൾവശം ഹിസ്റ്റോസ്കോപ്പിയിലൂടെ കാണണം, ട്യൂബിൻ്റെ ഫങ്ഷൻസ് മുഴുവൻ അറിയാം, ട്യൂബ് ബ്ലോക്കാണോ പാർഷ്യൽ ബ്ലോക്കാണോ, തുറന്നാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ട്യൂബിന് ഒട്ടിപ്പിടുത്തങ്ങളുണ്ടോ, ട്യൂബിൻ്റെ ഫിംബ്രിയ ശരിക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ടോ,
ട്യൂബിന് എവിടെയെങ്കിലും അഡീഷൻസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ അണ്ടാശയത്തിൻ്റെ തകരാറുകൾ, അണ്ടാശയത്തിൽ വല്ല സിസ്റ്റുകളുണ്ടോ മുഴകളുണ്ടോ എല്ലാം അറിയാൻ പറ്റും. പിന്നെ അതുപോലെ പെരിറ്റോണൽ ഫാക്ടേഴ്സ്, എൻഡോമെട്രിയോസിൻ്റെ തുടക്കമുണ്ടോ, ഏത് സ്റ്റേജാണ് എൻഡോമെട്രിയോസ് അതും അറിയാം. പിന്നെ അപ്പൻഡിക്കുലർ ഇൻഫെക്ഷൻസ്, ലിവറിൻ്റെ ഭാഗത്തുള്ള അഡീഷൻസ്, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ എല്ലാം നമുക്ക് ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി പ്ലസ് ഹിസ്റ്റോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അത് വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് കറക്ഷൻസും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആരംഭ ഭാഗത്താണ് ബ്ലോക്കെങ്കിൽ താഴെ കൂടി യൂട്രസിൻ്റെ സെർവിക്സിൻ്റെ ഭാഗത്തു കൂടി ഒരു കാനുല പാസ് ചെയ്ത് ട്യൂബ് തുറക്കാം. അല്ലെങ്കിൽ അറ്റത്താണ് ഈ വെല്ല് പോലത്തെ ഭാഗത്താണ് ബ്ലോക്കിങ്ങിൽ അത് നമുക്ക് ഡിസെക്ട് ചെയ്ത് അഡീഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ അത് തുറന്ന് പ്രവർത്തന രൂപത്തിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ട്യൂബ് ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് സർജറിയിലെ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകളിൽ കറക്റ്റ് ചെയ്യാം. എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ഫൾഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ശസ്ത്രക്രിയയാണ് ലാപ്രോസ്കോപ്പിക് സർജറി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ ദൗർഭാഗ്യത്തിന് അതൊരു ഹാനികരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ശസ്ത്രക്രിയയായിട്ട് മാറുന്നുണ്ടെന്ന്. ഉദാഹരണത്തിന് ചെറിയൊരു സിസ്റ്റ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അണ്ടാശയത്തിലൊരു സിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗർഭാശയത്തിൽ മുഴയുണ്ട്, ഇപ്പം നീക്കണം, ഉടനെ നീക്കിയില്ലെങ്കിൽ അത് പൊട്ടും, അത് അങ്ങനെയാവും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവരാവശ്യമില്ലാത്ത സർജറിക്ക് വിധേയമാക്കി ആവശ്യമില്ലാത്തൊരു സിമ്പിളായിട്ടുള്ള സിസ്റ്റ് അല്ലെങ്കിൽ ഒരു 1-2 മാസം ഗുളിക കഴിച്ചാൽ പോകുന്ന സിസ്റ്റിനെ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യുമ്പോഴേക്കും ഓവറുടെ നല്ലൊരു ഭാഗം നീക്കം ചെയ്യപ്പെടും. മാത്രമല്ല അവിടുന്ന് ബ്ലീഡ് ചെയ്യുമ്പോൾ അത് കോട്ടറൈസ് ചെയ്യുമ്പോൾ അണ്ടങ്ങൾ 100 കണക്കിന് അണ്ടം കരിഞ്ഞു പോകും. അങ്ങനെ കഷ്ടകാലത്തിൽപ്പെട്ട കുറേ ദമ്പതികൾ നമ്മൾ ദിനേന കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു സിസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഒരു ഒപ്പീനിയൻ എടുക്കണം. അത് സിസ്റ്റ് മരുന്നുകൊണ്ട് മാറുമെന്ന് ഒരു 2-3 മാസം വെയിറ്റ് ചെയ്താൽ മിക്ക സിസ്റ്റുകളും അപ്രത്യക്ഷമാവുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഫങ്ഷണൽ സിസ്റ്റ് എല്ലാം 2-3 മാസം കൊണ്ട് തനിയെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത്തരം സിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, ഈ ഫൈബ്രോയിഡ് എന്ന് കേൾക്കുമ്പോഴേക്കും പലർക്കും പേടിയാണ്, അത് ക്യാൻസർ ആവുന്നുള്ള പേടിയാണ്. പക്ഷേ ഫൈബ്രോയിഡ് ക്യാൻസറിലേക്ക് പോകുന്നത് വളരെ അപൂർവമാണ്. <2% അല്ലെങ്കിൽ 1% ഒക്കെ ഉള്ളൂ. അതും പ്രായമായിട്ടുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ചെറിയ മുഴകൾ ഒരിക്കലും ഗർഭധാരണത്തിനെ ബാധിക്കുകയില്ല. അൺലെസ് അത് ഗർഭാശയത്തിന് അകത്ത് വരിക അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിലത്തെ ആവരണത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യുക, ക്യാവിറ്റിയെ ഡിസ്റ്റോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4-5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴകൾ, ഇത് മാത്രമേ ഗർഭധാരണത്തിന് തടസ്സം ഉണ്ടാക്കുകയുള്ളൂ. അല്ലാതെ കാണുന്ന ചെറിയ മുഴകൾ എടുത്ത് കഴിയുമ്പോഴേക്കും എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുഴ മാറും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗത്ത് ട്യൂബ് ഒട്ടിപ്പിടിക്കും. അത് പിന്നെ ഒരു ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി മാറും. ഇങ്ങനെയും കുറേ കേസസ് ഇവിടെ കാണാറുണ്ട്. നമ്മൾ ഒരു മുഴക്ക് നീക്കം ചെയ്തു, പക്ഷേ 2 കൊല്ലമായി 3 കൊല്ലമായി കുട്ടികളില്ല. നമ്മൾ വീണ്ടും ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ കാണാൻ ട്യൂബ് ആ ഭാഗത്ത് ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ മുഴ നീക്കുമ്പോൾ അവിടെ ഒരു ഗ്രാഫ്റ്റ് വെച്ച് അവിടെ ട്യൂബ് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടി എടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുക. മാത്രമല്ല ആവശ്യമുള്ള മുഴകൾ മാത്രമേ നീക്കം ചെയ്യേണ്ടുള്ളൂ. എല്ലാ മുഴകളും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും ഇതിന് തടസ്സമല്ല, നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കാണുന്ന വളരെ ട്രീറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു രോഗമാണ് അഡിനോമയോസിസ്. നേരത്തെ സൂചിപ്പിച്ച എൻഡോമെട്രിയോസ് പോലെ തന്നെ വളരെ പ്രയാസപ്പെട്ട രോഗമാണ് അഡിനോമയോസിസ്. ഇത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം മെൻസ്ട്രൽ പെയിൻ അത്ര കാഠിന്യമുള്ളതായിരിക്കും വരില്ല. മെൻസ് സമയത്തുള്ള പെയിൻ സഹിക്കാൻ പറ്റാതെ വരും. അവർ പറയും ഇനി എനിക്ക് കുട്ടിയും വേണ്ട ഒന്നും വേണ്ടത് എടുത്ത് കളഞ്ഞേക്കുന്നുള്ള നെട്ടോട്ട് ഓടുന്ന സ്ത്രീകൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു രോഗമാണ് അഡിനോമയോസിസ്. ഇത് ഗർഭപാത്രത്തിന് മസിലിനകത്തേക്ക് ബ്ലഡ് ചിന്തിയിട്ട് ആ ഭാഗം ഒന്നിലൊരു കട്ടിയായിട്ട് രൂപപ്പെടും, അല്ലെങ്കിൽ ഹോൾ യൂട്രസ് തന്നെ വലുതായി വരും. ഇതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ എത്ര ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്താലും വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെയുള്ളവരിലും വളരെ അഗ്രസീവായിട്ട് ഒരു പ്ലാൻഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാം. കല്യാണം എല്ലാം കഴിഞ്ഞു, ഇനിയൊരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിതുവരെ പ്രതിപാദിച്ചു വന്നത്. അതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയും. അതായത് വണ്ണം കൂടുതലുള്ള സ്ത്രീകളോ പുരുഷനാണെങ്കിൽ വണ്ണം കുറയ്ക്കണം. അത് വ്യായാമത്തിൽ കൂടിയും ഭക്ഷണം നിയന്ത്രിച്ചുമായിരിക്കണം പ്രധാനമായി അതിന് ഊന്നൽ കൊടുക്കേണ്ടത്. മരുന്നിനേക്കാൾ ഉപരി ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം കൃത്യമായി ചെയ്തും വണ്ണം കുറയ്ക്കുകയാണ് ഏറ്റവും ഉത്തമം. ഈ അമിതമായ വണ്ണം വന്ധ്യതയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരുപാട് പഠനങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഈയിടെ വന്നൊരു ജേണലിൽ അവർ പശുക്കളിൽ അമിതവണ്ണമുള്ള പശുക്കളിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി പോലും വളരെ മോശമായിട്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കുവൈറ്റിൽ നിന്ന് ഒരു 14 വർഷത്തിന് ശേഷം കുട്ടികളില്ലാതെ IVF ചെയ്യാനായിട്ട് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തൊരു കപ്പിൾസ് വന്നിരുന്നു. അവരുടെ അന്നത്തെ വെയിറ്റ് ഏതാണ്ട് 78 കിലോ ആയിരുന്നു.
ഞാൻ പറഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ശതമാനം വളരെ കുറവായിരിക്കും. അതേസമയത്ത് നിങ്ങൾ വെയിറ്റ് കുറച്ച് ഒരു 6 മാസം കൊണ്ട് ഒരു 60-62 കിലോ ആക്കി വന്നാൽ ഞാൻ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു വിട്ടു. അവരുടെ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും അവരുടെ മെയിൽ വന്നു, വെയിറ്റ് 62 കിലോ ആയി, തനിയെ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പം അത്ര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്ന എല്ലാ കപ്പിൾസിനോടും വെയിറ്റ് റിഡക്ഷനെ കുറിച്ച് കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നതിൻ്റെ, കൂടുതലായിട്ടും ഊന്നൽ കൊടുക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും, ഒരുപാട് കുടവയറുള്ള പുരുഷന്മാർ, ഒരുപാട് അമിതമായ വണ്ണമുള്ളവരിൽ സെക്ഷൽ പെർഫോമൻസും കുറയും, അതേപോലെ തന്നെ കൗണ്ടിൻ്റെ ക്വാളിറ്റിയും കുറയുന്നതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അബോർഷൻസ് വളരെ കൂടുതലാണ് ഈ ഓവർ വെയ്റ്റുള്ള സ്ത്രീകളിൽ. നേരത്തെയുള്ള പ്രസവം സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇത് ഇപ്പം വന്ധ്യതയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമല്ല, സ്ത്രീകളിൽ ഇപ്പം ചെറുപ്പക്കാരിലാണ് ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നത്. യൂട്രൈൻ ക്യാൻസേഴ്സും ബ്രസ്റ്റ് ക്യാൻസേഴ്സും ഇതെല്ലാം അമിതമായ വണ്ണം കൊണ്ടാണ് വരുന്നത്. അപ്പം അവരുടെ തൂക്കത്തിനനുസരിച്ചുള്ള വെയിറ്റ്, അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള തൂക്കം നിലനിർത്തി കൊണ്ടുപോകണം. അത് ഭക്ഷണ നിയന്ത്രണം, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭക്ഷണ നിയന്ത്രണം. രണ്ടാമത് കൃത്യമായിട്ടുള്ള എക്സസൈസ്. എല്ലാ വണ്ണമുള്ളവരും തടിയുള്ളവരും സ്ത്രീകളും പറയും ഭക്ഷണം നിയന്ത്രിക്കണം പറയുമ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഒന്നും കഴിക്കാറില്ല, വളരെ നിയന്ത്രിച്ചേ പോവുള്ളൂ. പക്ഷെ അത് 80 കിലോ ഉള്ള സ്ത്രീയും പറയും, 110 കിലോ ഉള്ള ആരും പറയും ഒന്നും കഴിക്കാറില്ല. പക്ഷെ ചോദിച്ചു വന്നാൽ വണ്ണം വയ്ക്കുന്ന അല്ലെങ്കിൽ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണമേ അവർ കഴിക്കുന്നുണ്ടാവുകയുള്ളൂ. കൂടുതലായിട്ടുണ്ടാവില്ല, പക്ഷേ കുറഞ്ഞ തോതിലാണെങ്കിൽ പോലും ഈ ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്സ്, അതുപോലെ ജങ്ക് ഫുഡ്സ്, ഈ ബ്രോയിലർ ചിക്കൻ, ഏറ്റവും നമ്പർ 1 റീസണാണ് വണ്ണം വയ്ക്കാനുള്ള റീസണാണ് ഈ ബ്രോയിലർ ചിക്കൻ. അതുപോലെ പെപ്സി, കോള, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസസ്, ഇതെല്ലാം ഒത്തിരി ഹൈ കാലറി സാധനങ്ങളാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കണം. ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം ഡെയിലി കുടിക്കുന്ന ഒരു ശീലമാക്കുക. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വയറൊന്ന് ക്ലീൻ ആക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും ബ്രൗൺ ബ്രെഡ് രൂപത്തിലുള്ള വളരെ ലോ കാലറിയുള്ള ഫുഡിലേക്ക് പോകുക. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ബ്രൗൺ ബ്രെഡ് ശീലമാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ഓവർ വെയ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ഉച്ചയ്ക്ക് ഒരു കപ്പ് ചോറിൽ നിന്ന് നിർത്തുക. ധാരാളം പച്ചക്കറികൾ അതും വേവിച്ചിട്ട് കഴിക്കുക. പൊരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കഴിവതും കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫിഷിലേക്ക് പോവുക. കഴിവതും ചിക്കൻ, മട്ടൺ, ബീഫ് തുടങ്ങിയ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. രാത്രി ഭക്ഷണം വളരെ കുറയ്ക്കുക. അല്ലെങ്കിൽ ഒരു ഗ്രീൻ സാലഡ്സോ അല്ലെങ്കിൽ അധികം മരുന്നില്ലാത്ത ഫ്രൂട്ട്സിലേക്ക് മാറുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വെള്ളം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ട് വയറിനെ വീർപ്പിക്കാൻ, വയറിൻ്റെ ഒരു ദാഹം, ഒരു വിശപ്പിനെ ശമിപ്പിക്കാൻ നോക്കുക. ഇത് കൃത്യമായി പാലിച്ചു വന്നാൽ, എൻ്റെ പേഷ്യൻസ് ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ആഴ്ചയിൽ 1 കിലോ വെച്ച് അവർ കുറയുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ്. മിനിമം ഒരു 1 കിലോ അവർക്ക് ഒരാഴ്ചയിൽ കുറയ്ക്കാൻ പറ്റും. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1/2-3 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് കൊണ്ട് സാധാരണ എല്ലാവരും പറയും ഞാൻ ഒരു 3 കിലോമീറ്റർ നടക്കും, 4 കിലോമീറ്റർ നടക്കും. പക്ഷേ നടന്നുകൊണ്ട് മാത്രം വെയിറ്റ് കുറയും. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം. ഇപ്പോൾ ഒരു ബേസൽ ഹാർട്ട് റേറ്റ് ഒരു 70-75 ഒക്കെ ആണെങ്കിൽ അത് 130, 125 മേലെ പോയാൽ മാത്രമേ അവരുടെ ഫാറ്റ് ബേൺ ചെയ്ത് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് നടക്കുകയാണെങ്കിൽ സ്പീഡിൽ നടക്കണം. ഒരു ജോഗിങ് രൂപത്തിൽ കൈയൊക്കെ വീശി സ്പീഡിൽ ഒരു മീഡിയം പേസിൽ ഓടണം. അല്ലെങ്കിൽ റണ്ണറിൽ, ട്രെഡ്മില്ലിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്വിം ചെയ്യണം, അല്ലെങ്കിൽ ക്രോസ് ബാർ എക്സസൈസ് ചെയ്യുക. അതൊക്കെ ഒരു 1/2 hour ചെയ്താൽ നന്നായിട്ട് കാലറി നഷ്ടപ്പെടും. അല്ലാതെ വെറുതെ ഒരു ലീഷർലി വാക്കിങ്ങിലൂടെ ഒരിക്കലും ഇത് നേടാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ് പുകവലി. പുകവലി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റാണ്. കാരണം ഹസ്ബൻഡ് വലിച്ചു കഴിഞ്ഞാൽ അത് ഭാര്യയുടെ അണ്ടാശയത്തിനകത്തുള്ള ഫോളിക്കുലാർ ഫ്ലൂയിഡിനകത്ത് പോലും നിക്കോട്ടിൻ അടക്കമുള്ള ഈ ടോക്സിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും, വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബുദ്ധിശക്തിയെ ബാധിക്കും. അങ്ങനെ എല്ലാവരിലേക്കും പാസ് ചെയ്യുന്ന ഒരു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റാണ് സ്മോക്കിംഗ്. അത് പലരും ചോദിക്കാൻ, ഞാൻ ആകെ 1-2 അല്ലെങ്കിൽ മാക്സിമം 2-3 വലിക്കാറുള്ളൂ. പക്ഷേ 1-2 ആയാലും 3 ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ടോക്സിൻ തന്നെയാണ് അവരുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്. അത് ആയിരക്കണക്കിന് ടോക്സിൻസാണ് ഈ സ്മോക്കിംഗ്, ഈ പുകവലിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. പിന്നെ ആൽക്കഹോൾ, അമിതമായിട്ടുള്ള ആൽക്കഹോൾ ഡെഫിനറ്റ്ലി അത് സെക്ഷൽ ഡ്രൈവിനെ ബാധിക്കും, സ്പെം ക്വാളിറ്റിയെ ബാധിക്കും, സ്ത്രീകളിൽ അബോർഷൻസ് ഉണ്ടാക്കും, മന്ദബുദ്ധിയുള്ള കുട്ടികളെ പ്രസവിക്കാൻ, തൂക്കം കുറഞ്ഞ കുട്ടികളെ പ്രസവിക്കാൻ ഇടയാക്കും. അതെല്ലാം ശ്രദ്ധിച്ച് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടതാണ്. ഇതെല്ലാമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ കൂടി നമുക്ക് വന്ധ്യതയെ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സ എളുപ്പമാക്കാനുള്ള വഴികൾ.
അച്ഛനും അമ്മയുമായി തീരുവാൻ ആഗ്രഹിക്കാത്ത ദമ്പതിമാരില്ല. എന്നാൽ ആ അനർഘ നിമിഷത്തെ തടയുവാൻ കെൽപ്പുള്ള അനാരോഗ്യശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടുമുണ്ട്. ഭക്ഷണശീലങ്ങൾ മുതൽ ഓജസാർന്ന ഒരു ദാമ്പത്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന മനോഭാവങ്ങൾ വരെയായി അത് ആഴത്തിൽ വളർന്നു നിൽക്കുന്നു. സുഗ്നോ ഭവന്തുവിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലൂന്നുന്ന ഓരോ ദമ്പതികളുടെയും മനസ്സിൽ പാൽപുഞ്ചിരിയുമായി ഒരു കുഞ്ഞുണ്ടാവും, ജീവിതത്തെ അർത്ഥപൂർണവും ആഹ്ലാദകരവുമാക്കാൻ. ഈ ജന്മസാഫല്യത്തിനായുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ ചിലത് സഫലമാവാതെ വരാം. വന്ധ്യതയുടെ നിശബ്ദമായ കടന്നുകയറ്റമാവാം അതിന് കാരണം. വന്ധ്യതാ നിവാരണ രംഗത്ത് ആധുനിക ചികിത്സാ രീതികളാണ് ഇന്നത്തെ സുഗ്നോ ഭവന്തുവിൽ. ഗുഡ് മോർണിംഗ്. ഇൻഫെർട്ടിലിറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് നോക്കണം, പേഷ്യൻസിന് ഏത് ഡയഗ്നോസിസ് എന്താണ് ഇത് ഫസ്റ്റ് നോക്കണം. അത് ഡയഗ്നോസിസ് മീനിങ് ആണ് ഹസ്ബൻഡിന് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേഷ്യൻസിന് വൈഫിന് പ്രോബ്ലമാണ്. ഒരു സാധാരണ 30% പേഷ്യൻസിന് ഹസ്ബൻഡിന് മാത്രം പ്രോബ്ലം ഉണ്ട്. പിന്നെ വേറെ ഒന്നും 20-25% വൈഫിന് മാത്രം പ്രോബ്ലംസ് ഉണ്ടാവും. ಇನ್ನೂ കുറച്ച് ഒരു 20% രണ്ട് പേരുമിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അത് എക്സാക്റ്റ് നോക്കണം ഏത് പ്രോബ്ലമാണ്. അത് കഴിഞ്ഞിട്ട് മാത്രം ഒരു ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൗണ്ട്സ് ഹസ്ബൻഡ്സിന് കുറവുണ്ടാവും, സ്പേം വീജ് കൗണ്ട്സ് കുറവുണ്ടാവും, അല്ലെങ്കിൽ ക്വാളിറ്റിന് മോശം ഉണ്ടാവും, അല്ലെങ്കിൽ സ്പേംസിന് വീജ് കൊണ്ട് മൂവ്മെൻറ്റ്സിന് മോശം ഉണ്ടാവും. അത് നോക്കിയിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കൗണ്ട്സ് പിന്നെ ക്വാളിറ്റിന് മോശമാണെങ്കിൽ കുറച്ച് മെഡിസിൻസ് ഉണ്ട്, ഒരു ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ കുറച്ച് മെഡിസിൻസ് കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് ആണ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അത് സ്പെഷ്യൽ മെഡിസിൻസ് ആണ്. അത് കഴിച്ചിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. പിന്നെ ചിലപ്പോൾ കുറച്ച് മെയിൽസിന് ഭയങ്കര പ്രോബ്ലം ഉണ്ടാവും, കൗണ്ട്സ് വളരെ കുറവുണ്ടാവും. വൈഫിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഓവുലേഷന് പ്രോബ്ലംസ് ഉണ്ടാവും. ഓവുലേഷൻ മീനിങ് ആണ് ഫോളിക്കൽ വളർച്ച ഉണ്ടായിരുന്നില്ല. പിന്നെ ചിലപ്പോൾ ട്യൂബ്സിന് ബ്ലോക്കേജ് ഉണ്ടാവും. പിന്നെ അതേ ഡയഗ്നോസിസ് കറക്റ്റ് നോക്കിയിട്ട് മാത്രം ശരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുറേ പ്രകാരത്തിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, വൈഫിന് കുറച്ച് ദിവസം ടാബ്ലറ്റ് കൊടുക്കണം, ഒരു 5 ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ട് നോക്കണം. അത് ടാബ്ലറ്റ്സ് ആണ്, ഫോളിക്കൽ വളർച്ച ആകുമ്പോൾ ടാബ്ലറ്റ്സ് ഉണ്ട്. അത് 5 ദിവസം ഫോളിക്കൽ വളർച്ച ആകുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ സ്കാൻ ചെയ്തിട്ട് നോക്കണം. ഫോളിക്കിൾസ് ശരിയാണെങ്കിൽ പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് സാധാരണ സെക്ഷൽ കോണ്ടാക്ട് ഇത് ബന്ധപ്പെടുമ്പോൾ ചെയ്തിട്ട് നോക്കണം, അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണ് IUI ചെയ്യണം. അത് ഇപ്പോൾ IUIന് മീനിങ് ആണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അത് സാധാരണ മീനിങ് ആണ് ഗർഭപാത്രമില്ല വീജ് സീമന് വെക്കുന്ന പ്രൊസീജിയറാണിത്. അത് ഫോളിക്കൽ പൊട്ടിട്ടതിന് ശേഷം ഒരു ഫസ്റ്റ് സീമൻ വീജ് സാമ്പിളിന് പ്രിപ്പറേഷൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീജ് സാമ്പിളിന് ഒരു നന്നായിട്ട് ഒരു 10-20 മില്യൺ കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഗർഭപാത്രത്തിലെ ട്യൂബ് വെച്ചിട്ട് സീമൻ സാമ്പിൾ ഉള്ളിൽ വെക്കണം. ഇതൊക്കെ സക്സസ് റേറ്റ് അപ്രോക്സിമേറ്റ് സാധാരണ നോക്കുമ്പോൾ ഒരു 10-15% ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വേറെ ടെക്നീക്സ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസം 25-30% റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേ റിസൾട്ട്സ് വേറെ കുറേ റീസൺസ് ആണ്. അതേ ഫാക്ടേഴ്സിനെ നോക്കിയിട്ട് മാത്രം എക്സാക്റ്റ് സക്സസ് റേറ്റ് പറയാൻ പറ്റും. പിന്നെ പേഷ്യൻസിന് IUI മാക്സിമം ഒരു 3-6 സൈക്കിൾസ് 3-6 സൈക്കിൾസിന് മാത്രം നോക്കണം. കാരണം ഇത് കൂടുതൽ നോക്കുമ്പോൾ പിന്നെ സക്സസ് റേറ്റ് എത്ര നന്നായിട്ട് കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ 3-6 സൈക്കിൾസിന് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അടുത്ത ബെറ്റർ കുറച്ച് വേഗം IVF അല്ലെങ്കിൽ അത് ടെസ്റ്റ് ട്യൂബ് ബേബിന് ട്രീറ്റ്മെൻറ്റിന് നോക്കണം. സാധാരണ മോർ ദാൻ 6 സൈക്കിൾസ് ഇതേ ടാബ്ലറ്റ് കഴിക്കാമൊന്നും കാര്യമില്ല. കാരണമാണ് ഒരു എഫക്റ്റ് എത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ മാസം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് എഫക്ട്സാണ് ഉണ്ടാവും. കുറച്ച് സ്റ്റഡീസ് റിപ്പോർട്ട്സ് കോട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പേഷ്യൻസിന് ക്യാൻസറിന് ചാൻസ് കൂടുതലുണ്ട്. ഇതൊക്കെ ഈ സെൻറ്ററിന് ബെറ്റർ ഒരു മാക്സിമം 6 സൈക്കിൾസ് മാത്രം ടാബ്ലറ്റ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ IVF ട്രീറ്റ്മെൻറ്റ്സിന് ആണെങ്കിൽ സാധാരണ പേഷ്യൻസിന് ഇഞ്ചെക്ഷൻസ് കുറച്ച് കൊടുക്കണം. ഫസ്റ്റ് ഒരു 2-3 മാസത്തിന് പ്രിപ്പറേഷൻ ഉണ്ട്. അതേ പ്രിപ്പറേഷന് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, സ്കാനിങ് ചെയ്യണം. പിന്നെ
ഹസ്ബൻഡിന് വീജ് ടെസ്റ്റിന് കൗണ്ട്സ് നോക്കണം. പിന്നെ വൈഫിനെ കുറച്ച് ഇൻഫെക്ഷൻ നോക്കാണ് ടെസ്റ്റിങ് ചെയ്യണത്. ഗർഭപാത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ട്, ഗർഭപാത്രം മുഖാനത് ഇൻഫെക്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. അതെല്ലാം നോർമൽ ആണെങ്കിൽ പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് കൊടുക്കുന്ന 2-3 മാസം ഹസ്ബൻഡ് വൈഫ് 2 പേരും പിന്നെ കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് മെഡിസിൻസ് കൊടുക്കണം. പിന്നെ ഹോർമോൺസിന് ഫ്ലക്ച്വേഷൻസ് ആണെങ്കിൽ ഹോർമോൺ ലെവൽ കൺട്രോൾ ചെയ്യുമ്പോൾ കുറച്ച് മെഡിസിൻസ് കഴിക്കണം. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് 2-3 മാസം സാധാരണ നോക്കുന്നത് 2-3 മാസമായിട്ട് നമ്മൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് IVF ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് ബെറ്റർ ഉണ്ടാവും. പിന്നെ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പീരിയഡ്സിന് സാധാരണ സെക്കൻഡ് ഡേ 2ാം ദിവസം മുതൽ ഫോളിക്കൽ വളർച്ചയാകുമ്പോൾ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു 8-10 ദിവസം ഇഞ്ചെക്ഷൻസ് വേണം സാധാരണ. ഇത് ഓൺ ആൻ ആവറേജ് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം ഏത് പ്രകാരം റെസ്പോൺസ് വരുന്നുണ്ട്. റെസ്പോൺസ് നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ വേണം പേഷ്യൻസിന്. പിന്നെ ഓൺ ആൻ ആവറേജ് 10 ദിവസമാണ് ഫോളിക്കിൾസ് റെഡി ഉണ്ടാവും ആസ്പിറേഷൻ ചെയ്യുമ്പോൾ. റെഡി മീനിങ് ആണ് മെച്യൂർ ഫോളിക്കിൾ, ഒരു 18 മില്ലിമീറ്ററിന് ഫോളിക്കിൾസ് ഉണ്ടാവും. പിന്നെ എല്ലാം റെഡി ആണെങ്കിൽ സൂചി വെച്ചിട്ട് 2 സൈഡിന് എഗ്സ് പുറത്ത് എടുക്കണം. അത് എഗ്സ് പുറത്തെടുത്തതിന് ശേഷം സെയിം ഡേന് IVF ICSI പ്രൊസീജിയർ ചെയ്യണം. പിന്നെ അത് ചെയ്തിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 10-12 ദിവസത്തിന് ശേഷം പ്രഗ്നൻസി ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ചെയ്യണം. പിന്നെ കുറച്ച് പേഷ്യൻസിന് ഞാൻ വേറെ സ്പെഷ്യൽ ടെക്നീക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ പേഷ്യൻസിന് സാധാരണ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് ഇത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ 3 സ്പെഷ്യൽ ടെക്നീക്സ് ആണ്. ഒരാണ് അസിസ്റ്റഡ് ഹാച്ചിങ്. അസിസ്റ്റഡ് ഹാച്ചിങ് മീനിങ് ആണ് എംബ്രിയോസിന് സാധാരണ എംബ്രിയോസ് ഉള്ളിൽ വെക്കുമ്പോൾ പിന്നെ യൂട്രസ് ഗർഭപാത്രത്തിൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാവും. ഇംപ്ലാന്റേഷൻ മീനിങ് ആണ് അത് എംബ്രിയോസ് വെക്കുമ്പോൾ പിന്നെ ഗർഭപാത്ര ലൈനിങ്ങിനെ പിടിച്ചിട്ട് അത് ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് മാത്രം പ്രഗ്നൻസി വരുമ്പോൾ ചാൻസ് ഉണ്ട്. പിന്നെ ഇതേ പ്രൊസീജിയർ ചിലപ്പോൾ പേഷ്യൻസിന് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആണെങ്കിൽ മുമ്പ് IVF ICSI ചെയ്യുമ്പോൾ റിസൾട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വേറെ ഇൻഡിക്കേഷൻസിന് പിന്നെ അസിസ്റ്റഡ് ഹാച്ചിങ് പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അസിസ്റ്റഡ് ഹാച്ചിങ് മീനിങ് ആണ് എംബ്രിയോസിന് സൈഡിന് കുറച്ച് ഒരു ലേസർ ഒരു ഹോൾ ചെയ്യുന്നുണ്ട്. അത് ഹോൾ ചെയ്തിട്ട് പിന്നെ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയർ കുറച്ച് ഈസി ഉണ്ടാവും. അത് പിടിച്ചിട്ടും ഒരു കുറച്ച് നന്നായിട്ടും ഉണ്ടാവും. പിന്നെ പ്രഗ്നൻസി റേറ്റ്സ് കൂടുതലുണ്ട്. പക്ഷേ ഇത് എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ ആവശ്യമില്ല. കുറച്ച് പേഷ്യൻസിന് സെലക്റ്റഡ് പേഷ്യൻസിന് മാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് സ്പെഷ്യൽ പ്രൊസീജിയറാണ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ. ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ മീനിങ് ആണ് സാധാരണ പേഷ്യൻസിന് 2ാമത്തെ അല്ലെങ്കിൽ 3ാം ദിവസം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ യൂഷ്വലി 3ാം ദിവസം കഴിഞ്ഞിട്ട് ഒരു വേറെ സ്പെഷ്യൽ കൾച്ചർ മീഡിയാണ് എംബ്രിയോസിനെ വെച്ചിട്ട് 2 ദിവസം ഒന്നും എക്സ്ട്രാ കൾച്ചർ ഗ്രോത്ത് ചെയ്യുന്നുണ്ട് എംബ്രിയോസിന്. പിന്നെ 5th ഡേ അതെ 5ാം ദിവസം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ആണ്. ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫറിന് യൂഷ്വലി പേഷ്യൻസിന് സക്സസ് റേറ്റ് നന്നായിട്ടുണ്ട്. ഒരു ഓൺ ആൻ ആവറേജ് ഒരു 80-50% സക്സസ് റേറ്റ് വരും ബ്ലാസ്റ്റോസിസ്റ്റ് കൾച്ചർ ചെയ്യുമ്പോൾ. ഇൻവിട്രോ മാച്ചുറേഷൻ മീനിങ് ആണ് എഗ്സിന് ഉള്ളിലെ മാച്ചുറേഷൻ പ്രോബ്ലംസ് ആണെങ്കിൽ പുറത്ത് മാച്യൂർ ചെയ്യണം. അത് ബോഡീന് ഒരു സാധാരണ പേഷ്യൻസിനെ IVF ICSI ചെയ്യുമ്പോൾ ഒരു 18 മാച്യൂർ സൈസിന് ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ എഗ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ IVF പ്രൊസീജിയറിന് ഒരു 10-12 മില്ലിമീറ്ററിന് എഗ്സ് സൈസ് ഫോളിക്കിൾ സൈസ് ഉണ്ടെങ്കിൽ എഗ്സ് എടുക്കുന്നുണ്ട്. അത് IVF പ്രൊസീജിയർ ഇമ്മെച്യൂർ എഗ്സ് ആണ്. ആ ഇമ്മെച്യൂർ എഗ്സിന് പുറത്തൊരു സ്പെഷ്യൽ കൾച്ചർ മീഡിയ വെച്ചിട്ട് മെച്യൂർ ചെയ്യണം. അത് മോസ്റ്റ്ലി 24 അല്ലെങ്കിൽ 48 hours കഴിഞ്ഞിട്ട് മെച്യൂർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എഗ്സിന് ICSI പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ IVF പ്രൊസീജിയറിന് ഒരു എഗ്സ് പുറത്തെടുക്കുമ്പോൾ 4 മണിക്കൂർ ശേഷം മാത്രം ICSI ചെയ്യുന്നുണ്ട്. IVFന് 24-48 hours ശേഷം ICSI ചെയ്യുന്നുണ്ട്. അത് IVF പ്രൊസീജിയറിന് റിസൾട്ട് നന്നായിട്ടുണ്ട്. അത് മെയിൻലി ആ പേഷ്യൻസിനെയാണ് കുറച്ച് പേഷ്യൻസിന് ഫോളിക്കൽ വളർച്ചയാകുമ്പോൾ എത്ര നന്നായിട്ട് വളർച്ച ആയിട്ടില്ല, വളർച്ചയാകുമ്പോൾ സ്ലോ ആണ് ഗ്രോത്ത്. അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് പെട്ടെന്ന് ഫോളിക്കൽ വളർച്ചയാകുമ്പോൾ ചാൻസ് ഉണ്ട്. അത് ഹൈപ്പർ സ്റ്റിമുലേഷന് ചാൻസ് ഉണ്ട്. അതിൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ വയറിന് ഫ്ലൂയിഡ് കളക്ഷൻ ഹോർമോൺ ലെവൽ കൂടുതലാവുമ്പോൾ ചാൻസ് ഉണ്ട്. ആ പേഷ്യൻസിന് IVF ചെയ്യുമ്പോൾ പിന്നെ പ്രൊസീജിയർ സേഫ് ആണ്. പിന്നെ സക്സസ് റേറ്റ്സ് നന്നായിട്ട് വരുന്നുണ്ട്. ഒരു ക്ലിനിക്കൽ പ്രഗ്നൻസി നിയർലി ഒരു 30-40% പ്രഗ്നൻസി വരുന്നുണ്ട്.
അത് IUI ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ 5 ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ IUI ചെയ്യണം. സെക്കൻഡ് ഓപ്ഷനാണ് ഇഞ്ചെക്ഷൻസിനെ മാത്രം. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ രണ്ട് ടൈപ്പിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ട്. ഓരോണ് ക്ലോമിഫീൻ, സെക്കൻഡാണ് ലെട്രോസോൾ. അത് രണ്ട് ടാബ്ലറ്റ്സിന് വേറെ ടൈപ്പിന് എഫക്ട്സ് ആണ്. പിന്നെ അത് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാം ദിവസം സാധാരണ പീരീഡ്സിൻ്റെ മൂന്നാം ദിവസം ടാബ്ലറ്റ്സ് തുടങ്ങിയിട്ട് 5 ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ 10ാം ദിവസം സ്കാനിങ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. 10ാം ദിവസം സ്കാനിങ് ചെയ്തിട്ട് ഇതേ നോക്കണം ഫോളിക്കൽ എത്ര മില്ലിമീറ്റർ വളർച്ച ആയിട്ടുണ്ട്, എൻഡോമീറ്റർ ഗർഭാത്ര ലൈനിങ്ങിന് എത്ര മില്ലിമീറ്റർ സൈസ് ഉണ്ട്, ഇത് രണ്ട് നോക്കണം. പിന്നെ സൈസ് ഒരു 18 മില്ലിമീറ്റർ ഫോളിക്കലിൻ്റെ സൈസ് ആണെങ്കിൽ ഒരു ഫോളിക്കൽ പൊട്ടിട്ടിന് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് HCG ഇഞ്ചെക്ഷനാണ്. അത് HCG ഇഞ്ചെക്ഷൻ കൊടുത്ത് ഒരു 36 അവർ 36 മണിക്കൂർ ശേഷം സ്കാനിങ് ചെയ്തിട്ട് ഓവുലേഷൻ കൺഫേം ചെയ്യുന്നുണ്ട്. ഓവുലേഷൻ ആണെങ്കിൽ പിന്നെ IUI ചെയ്യുന്നുണ്ട്. ഇത് ഒരു ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് IUI ഉണ്ടാവും. സെക്കൻഡ് ഓപ്ഷനാണ് ഇഞ്ചെക്ഷൻസ് മാത്രം. ചിലപ്പോൾ പേഷ്യൻസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഫോളിക്കൽ വളർച്ച ആയിട്ടില്ല. ആ ടാബ്ലറ്റ്സിന് ആ പേഷ്യൻസിന് പിന്നെ ഇഞ്ചെക്ഷൻ കൊടുത്ത് IUI ചെയ്യുന്നുണ്ട്. അത് ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ പീരീഡ്സിന് സെക്കൻഡ് ഡേ മുതൽ സെക്കൻഡ് ഡേ ഫസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് നോക്കണം. പിന്നെ ആ ദിവസം മുതൽ ഇഞ്ചെക്ഷൻ തുടങ്ങണം. അത് ഇഞ്ചെക്ഷൻസ് ആണ് പേരാണ് ഗൊണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ. അത് ഗൊണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ വേറെ വേറെ പ്രകാരനുണ്ട്. ഒരു സാധാരണ ഗൊണഡോട്രോഫിൻ ആണ്, അത് ഹ്യൂമൻ മെനോപോസൽ ഗൊണഡോട്രോഫിൻ. ഒരുവാണ് റിക്കോംബിനൻറ്റ് ഗൊണഡോട്രോഫിൻ, അത് സിന്തറ്റിക് ആണ്. ഒരു സ്പെഷ്യൽ പ്രൊസീജിയറിന് ഈ റിക്കോംബിനൻറ്റ് ഗൊണഡോട്രോഫിൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ സ്കാനിങ് ചെയ്തിട്ട് പിന്നെ ഇഞ്ചെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര ഡോസ് തുടങ്ങുന്നത് പേഷ്യൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡിപ്പെൻഡൻ്റ് ആണ്. പേഷ്യൻറ്റിന് വയസ്സ് എത്ര ഉണ്ട്, വെയിറ്റ് എത്ര ഉണ്ട്, പേഷ്യൻറ്റിന് മുമ്പത്തെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കിയിട്ട് ഒരു ഡോസ് ഡിസൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇഞ്ചെക്ഷൻ തുടങ്ങിയിട്ട് ശേഷം ഒരു 3 to 5 ഡേയ്സിന് ശേഷം വീണ്ടും ഒരു സ്കാനിങ് ചെയ്തിട്ട് നോക്കണം ഫോളിക്കൽ എത്ര വളർച്ച ആയിട്ടുണ്ട് അതേ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ സാധാരണ ഒരു 10 to 14 ഡേയ്സ് ഇഞ്ചെക്ഷൻ കൊടുത്ത ശേഷം പേഷ്യൻറ്റ് റെഡി ഉണ്ടാവും. പിന്നെ ഓവുലേഷൻ്റെ ട്രിഗർ അത് സെയിം HCG ഇഞ്ചെക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ആയിട്ട് ശേഷം IUI ചെയ്യുന്നുണ്ട്. ഇത് ഒരു IUIനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. പിന്നെ IVF ചെയ്യുമ്പോൾ വേറെ പ്രോട്ടോക്കോൾസ് ഉണ്ട് IVF ചെയ്യുമ്പോൾ. പക്ഷേ അതേ പ്രോട്ടോക്കോൾ എല്ലാ പേഷ്യൻസിനെ സെയിം പ്രോട്ടോക്കോളിന് ചെയ്യാൻ പറ്റില്ല. കാരണമാണ് പേഷ്യൻസിന് വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കുറച്ച് പേഷ്യൻസിന് 25 ആഴ്ച മാത്രം IVF ചെയ്യുന്നുണ്ട്. കാരണമാണ് ഹസ്ബൻഡ്സിന് സീമൻ സാമ്പിളിന് വീജ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ IVF മാത്രം ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ആണ് സപ്പോസ് പേഷ്യൻറ്റിന് 40 ഏജ് വയസ്സുണ്ട്. അതൊക്കെ വേറെ വേറെ ടൈപ്പിന് പേഷ്യൻസിന് വേറെ ടൈപ്പിന് പ്രോട്ടോക്കോൾ ചെയ്യണം. ഇപ്പോൾ കുറേ പ്രോട്ടോക്കോൾസ് അവൈലബിൾ ഉണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 വേറെ പ്രോട്ടോക്കോൾസ് ഉണ്ട്. കാരണം എല്ലാ പ്രോട്ടോക്കോൾസിനെ ഒരു പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വേറെ പ്രോട്ടോക്കോൾ വേറെ പേഷ്യൻസിനെ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതേ മീനിങ് ആണ് ടൈലറിങ് ഓഫ് ദ പ്രോട്ടോക്കോൾ ചെയ്യുന്നുണ്ട്. വേറെ പേഷ്യൻറ്റിന് വേറെ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഒരു ആണ് ഷോർട്ട് പ്രോട്ടോക്കോൾ. ഷോർട്ട് പ്രോട്ടോക്കോൾ എന്ന മീനിങ് ആണ് പേഷ്യൻസിന് ഫസ്റ്റ് അതെ സപ്പോസ് സെപ്റ്റംബർ മാസമല്ലേ IVFന് ആവശ്യമുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ കുറച്ച് ഒരു മെഡിസിൻ തുടങ്ങണം. ഹോർമോണൽ പിൽസ് ആണത്. ഒരു 15-18 ദിവസം മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ പീരീഡ്സിന് സെക്കൻഡ് ഡേ ഉള്ള സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. ബ്ലഡ് ടെസ്റ്റിന് ഹോർമോൺ ലെവൽസ് നോക്കണം. ഹോർമോൺ ലെവൽസ് എന്താണ്, LH ഹോർമോൺ, ല്യൂട്ടനൈസിങ് ഹോർമോൺ, ഈസ്ട്രഡിയോൾ ഹോർമോൺ ലെവൽസ് എത്ര ഉണ്ട് സ്കാനിങ് ചെയ്തിട്ട് ഫോളിക്കിൾസിൻ്റെ സൈസ് നോക്കണം. കാരണം രണ്ടാം ദിവസം സാധാരണ ചെയ്യുമ്പോൾ ഫോളിക്കിൾ സൈസ് ഒരു 3-4-5 മില്ലിമീറ്റർ മാത്രം ഉണ്ടാവും. പിന്നെ ആ ദിവസം എല്ലാ ടെസ്റ്റിംഗ് നോർമൽ ആണെങ്കിൽ പിന്നെ ഇഞ്ചെക്ഷൻസ് തുടങ്ങുന്നത്. ഷോർട്ട് പ്രോട്ടോക്കോൾ ഉണ്ട്. രണ്ട് ടൈപ്പിന് പ്രോട്ടോക്കോൾസ് ആണ്. ഒരുവാണ് ഫ്ലെയർ പ്രോട്ടോക്കോൾ. അഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ല്യൂപ്രൈഡ് അല്ലെങ്കിൽ ബ്യൂസെർലിൻ. പിന്നെ 4ാം ദിവസം മുതൽ സെയിം ഗൊണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ, ഫോളിക്കൽ വളർച്ച ഇഞ്ചെക്ഷൻ തുടങ്ങുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ടൈപ്പിൻ്റെ പ്രോട്ടോക്കോളാണ് ഒരു ആൻറ്റാഗോണിസ്റ്റ് പ്രോട്ടോക്കോൾ. ഇത് ആൻറ്റാഗോണിസ്റ്റ് ഒരു പുതിയ പ്രോട്ടോക്കോൾ ഉണ്ട്. അതിനുള്ള സെക്കൻഡ് ഡേ സ്കാനിങ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ മുതൽ ഗൊണഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ തുടങ്ങണം. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. പിന്നെ ഫോളിക്കൽ നന്നായിട്ട് വളർച്ച ഉണ്ടെങ്കിൽ 13-14 മില്ലിമീറ്റർ ആണെങ്കിൽ ഒരു ആൻറ്റാഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ തുടങ്ങുന്നുണ്ട്. ആൻറ്റാഗോണിസ്റ്റ് ഇഞ്ചെക്ഷന് ഉണ്ട് ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ. കാരണമാണ് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓവുലേഷന് ആവശ്യമില്ല. ഓവുലേഷന് മുമ്പ് ഫോളിക്കിൾസ് എടുക്കണം. ഓവുലേഷൻ ആണെങ്കിൽ പിന്നെ എഗ്സ് പോകും.
ഇതൊക്കെ ഓവുലേഷന് മുമ്പ് ഫോളിക്കിൾസ് എടുക്കണം. ഇതൊക്കെ ആൻറ്റാഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ 14 mm ഫോളിക്കിൾ ആണെങ്കിൽ ഈ ഇഞ്ചെക്ഷൻ സാധാരണ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രോട്ടോക്കോളിന് ഒരു 8-10 ദിവസം വേണം ഫോളിക്കിൾ വളർച്ച ആകുമ്പോൾ. പിന്നെ വളർച്ചയായിട്ട് ശേഷം 2 സൈഡിൽ നിന്ന് എഗ്സ് എടുക്കണം. പിന്നെ ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇക്സി ട്രീറ്റ്മെൻറ്റ് എല്ലാ പ്രോട്ടോക്കോൾസിന് സെയിം ടൈപ്പിന് പ്രൊസീജിയറാണ്. പിന്നെ സെക്കൻഡ് പ്രോട്ടോക്കോളാണ് ഒരു ലോങ് പ്രോട്ടോക്കോൾ. അത് ലോങ് പ്രോട്ടോക്കോളിന് ഞാൻ മുമ്പ് പറഞ്ഞു ഷോർട്ട് പ്രോട്ടോക്കോളിന് ഒരു അപ്രോക്സിമേറ്റ് 10 ദിവസം എന്ന ഇഞ്ചെക്ഷൻ എടുക്കണം. ലോങ് പ്രോട്ടോക്കോളിന് ഒരു 20-25 ദിവസം എന്ന ഇഞ്ചെക്ഷൻ എടുക്കണം. ഇതേ ഇഞ്ചെക്ഷൻ ഈ ടൈപ്പിന് പ്രോട്ടോക്കോൾ മെയിൻലി പോളിസിസ്റ്റിക് ഓവറീസ് പേഷ്യൻസിന് ചെയ്യുന്നുണ്ട്. അത് കുറേ ഫോളിക്കിൾ ഒരു 2 സൈഡിന് 10-15 ഫോളിക്കിൾസ് ആണെങ്കിൽ ഈ ലോങ് പ്രോട്ടോക്കോൾ ചെയ്യുന്നുണ്ട്. അതിന് ഫസ്റ്റ് ഒരു 12-14 ദിവസത്തിന് ഒരു ആഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് ഇഞ്ചെക്ഷനാണ് ഹോർമോൺ ലെവൽ കുറക്കുന്ന ഇഞ്ചെക്ഷനാണ്, ഒരു ബേസ് ലൈൻ ഹോർമോൺ ലെവൽ കുറക്കുന്ന ഇഞ്ചെക്ഷനാണ്. അതേ കഴിഞ്ഞിട്ട് ഹോർമോൺ ലെവൽ നന്നായിട്ട് കുറഞ്ഞിട്ട് ശേഷം പിന്നെ ഫോളിക്കിൾ വളർച്ച ആകുമ്പോൾ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് 10 ദിവസം ഇഞ്ചെക്ഷൻ. ഇത് ഒരു ലോങ് ടൈപ്പിന് പ്രോട്ടോക്കോളാണ്. പിന്നെ എംബ്രോ എല്ലാ പേഷ്യൻസിനും IVF പേഷ്യൻസിന് ഒരു 3-4-5 ദിവസം എംബ്രോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എംബ്രോ ട്രാൻസ്ഫറിന് ശേഷം നന്നായിട്ട് സപ്പോർട്ട് വേണം പ്രഗ്നൻസിന്. കാരണമാണ് ഈ ടൈപ്പിന് പേഷ്യൻസിന് ഹോർമോൺ പ്രൊഡക്ഷൻ എത്ര നന്നായിട്ടും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറച്ച് പുറത്തിന് സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ സപ്പോർട്ടിന് കുറച്ച് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന് ഉള്ളിൽ വെക്കണ സപ്പോസിറ്ററി ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രൊജിനോവ ഗുളിക, അതേ ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോൺ ഗുളികയാണ്, അതേ കൊടുക്കുന്നുണ്ട്. പിന്നെ HCG ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ പ്രോട്ടോകോൾസ് ഈ ഇഞ്ചെക്ഷൻസ് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ പിന്നെ പ്രഗ്നൻസി റേറ്റ് ബെറ്റർ ഉണ്ടാവും. പിന്നെ ഒരു സെപ്പറേറ്റ് സബ് ഗ്രൂപ്പാണ് ഒരു പേഷ്യൻസ് ഹസ്ബൻഡിനെ സപ്പോസ് വീജ് സാമ്പിളിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വീജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എസോസ്പെർമിയ കേസസ് ആണിത്. ഇത് ഒരു ഡിഫിക്കൽട്ട് കേസാണ്. ഇത് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം പുറത്ത് സാമ്പിളിന് സ്പേംസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണേ മാത്രം ഓപ്ഷൻ ഉണ്ട്. അതാണ് സൂചി വെച്ചിട്ട് ടെസ്റ്റിസിന് സൂചി വെച്ചിട്ട് നോക്കണം സ്പേംസ് ഉണ്ടല്ലേ അത് നോക്കണം. സ്പേംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് 100% സക്സസ് ഉണ്ടായിരുന്നില്ല. കാരണമാണ് ടെസ്റ്റിസ് പുറത്തുള്ള സാമ്പിളിന് സ്പേംസ് ഇല്ലെങ്കിൽ 100% ഗ്യാരണ്ടീന്ന് പറയാൻ പറ്റില്ല ഏത് പേഷ്യൻസിന് സ്പേംസ് ഉണ്ട്, ഏത് പേഷ്യൻസിന് സ്പേംസ് ഇല്ല. ഇതൊക്കെ കുറച്ച് ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്തിട്ട് നോക്കണം. പിന്നെ സൂചി അത് കൺഫർമേറ്ററി ടെസ്റ്റാണ്. സൂചി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ സൂചി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിന് പിന്നെ നോക്കുന്നുണ്ട് സ്പേംസ് ഉണ്ട് ഇല്ല, അത് നോക്കിയിട്ട് പിന്നെ എക്സി ചെയ്യുന്നുണ്ട്. സ്പേംസ് എങ്ങനെ എടുക്കണം ഈ പേഷ്യൻസിന്? ഇതേ ക്വസ്റ്റ്യൻസിന് 3 ടൈപ്പിന് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് സാധാരണ ടെസ്റ്റിസിന് സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ ആ സ്പേംസ് പുറത്ത് സൈഡിൽ നിന്ന് വരും. ബാക്ക് സൈഡിൽ നിന്ന് ടെസ്റ്റിസിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സ്റ്റോറേജ് ഓർഗൻ ഉണ്ട്. അതേ സ്റ്റോറേജ് ഓർഗൻ്റെ പേരാണ് എപ്പിഡിഡിമിസ്. അതേ സ്റ്റോറേജ് ഓർഗൻ ഉണ്ട്. പിന്നെ ഇവിടെ സ്പേംസ് ഫസ്റ്റ് ഇവിടെ വരും സ്റ്റോറേജ് ഓർഗന്. അതേ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വരുന്നുണ്ട്. സ്പേംസ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഇത് എപ്പിഡിഡിമിസ്, അതേ സ്റ്റോറേജ് ഓർഗനെ സൂചി വെച്ചിട്ട് നോക്കണം. ഈ സൈറ്റിന് സ്പേംസ് ഉണ്ടെങ്കിൽ പിന്നെ സാധാരണ ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ് നന്നായിട്ടുണ്ട്. കാരണം ഈ സൈറ്റിന് സ്പേംസ് മോസ്റ്റ്ലി ഒബ്സ്ട്രക്റ്റീവ് കേസിനെ കിട്ടുന്നുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് കേസസ് മീനിങ് ആണ് സ്പേംസിന് പുറത്ത് വരുമ്പോൾ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഇത് ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയ ആണ്. പിന്നെ സെക്കൻഡ് ടൈപ്പിന് കേസാണ് നോൺ ഒബ്സ്ട്രക്റ്റീവ് എസോസ്പെർമിയ. അത് മീനിങ് ആണ് സ്പേംസിന് പുറത്ത് വരുമ്പോൾ ബ്ലോക്കേജ് ഒന്നുമില്ല, പക്ഷേ സ്പേം പ്രൊഡക്ഷന് കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ആ പേഷ്യൻസിന് മോസ്റ്റ്ലി ഡയറക്റ്റ് ടെസ്റ്റിസുള്ളില്ല സൂചി വെച്ചിട്ട് മാത്രമേ സ്പേംസ് കിട്ടുമ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ടൈപ്പിന് പേഷ്യൻസ് ഒരു സൂചി വെച്ച് വെക്കുമ്പോൾ 30-40% മാത്രമേ ചാൻസ് ഉണ്ട് സ്പേംസ് കിട്ടുമ്പോൾ. പിന്നെ ഈ പേഷ്യൻസിന് കുറച്ച് ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട്. തേർഡ് ഓപ്ഷനാണ് ഓപ്പൺ ബയോപ്സി ചെയ്യുമ്പോൾ. ഓപ്പൺ ബയോപ്സി മീനിങ് ആണ് ടെസ്റ്റിസ് എന്ന ഒരു ചെറിയ കട്ട് ചെയ്തിട്ട് ടെസ്റ്റിസ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ശേഷം പിന്നെ സ്പേംസ് എടുക്കണം. ഇതൊക്കെ ഒരു 40-80% സക്സസ് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് വർഷം ഒരു വെസ്റ്റേൺ കൺട്രീസിന് ഒരു പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതാണ് മൈക്രോ ടീസേണ്.
മൈക്രോ ടി സി മീനിങ് ആണ് ഒരു ഇതേ മൈക്രോസ്കോപ്പിക് സർജറിയാണ്. ഞാനിപ്പോൾ പറഞ്ഞു ഓപ്പൺ ബയോപ്സി ചെയ്യുമ്പോൾ മൈക്രോ ടി സി മീനിങ് ആണ് ഓപ്പൺ ബയോപ്സി ചെയ്യണം, പക്ഷേ ഇത് മൈക്രോസ്കോപ്പ് ഗൈഡൻസിന് ചെയ്യണം. മൈക്രോസ്കോപ്പിന് അഡ്വാൻറ്റേജ് ആണ്. മൈക്രോസ്കോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സ്പേംസ് ടെസ്റ്റിസിന് ഏത് ഭാഗിന് സ്പേംസ് ഉണ്ട് അത് നോക്കണം, ഭയങ്കര ഈസിയാണ് അത് നോക്കണം. പിന്നെ അത് നോക്കിയിട്ട് നന്നായിട്ട് ഒരു കുറച്ച് പറയാൻ പറ്റും ഏത് ടെസ്റ്റിസിന് ഏത് ഭാഗമേ സ്പേംസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. പിന്നെ ആ ഭാഗത്തിന് സ്പേംസ് പിന്നെ ടിഷ്യൂ എടുക്കണം, ആ ടിഷ്യൂവിൽ നിന്ന് ടെസ്റ്റിംഗ് ചെയ്തിട്ട് നോക്കണം മൈക്രോസ്കോപ്പിലില്ല. പിന്നെ സ്പേംസ് കിട്ടുമ്പോൾ ഇക്സി ചെയ്യണം. മൈക്രോ ടീസിന് സക്സസ് റേറ്റ് നന്നായിട്ടുണ്ട്. ഒരു 50 to 60% മൈക്രോ ടീസിന് സക്സസ് റേറ്റ് ഉണ്ടാവും വേറെ വേറെ ടൈപ്പിന്, വേറെ വേറെ പ്രകാരൻ്റെ പേഷ്യൻസിന്. ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് വിവാഹമെങ്കിൽ ദാമ്പത്യത്തെ സഫലമാക്കുന്നത് കുഞ്ഞുങ്ങളാണ്. വന്ധ്യതാ നിവാരണ രംഗത്ത് ആധുനിക വൈദ്യശാസ്ത്രം വളരെയേറെ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനയുടെ പിൻബലവും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും ഒത്തുചേരുമ്പോൾ ഒരു കുഞ്ഞെന്ന സ്വപ്നം സഫലമാകുക തന്നെ ചെയ്യും. സുഖിനോ ഭവന്തു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ ജയ് ഹിന്ദ് TV.